നമ്മളിന്ന് കളിക്കുന്നത് അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. നമ്മുടെ സ്വന്തം മൈൻക്രാഫ്റ്റ് ആട്ടോ കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുൾ സപ്പോർട്ടിൽ കാണും. ഞാൻ അധികം വലിച്ചിട്ടുന്നില്ല. നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. അപ്പോൾ നമുക്കിന്ന് വീടുണ്ടാക്കണം, ഒരു കുതിര വേണം, അതിലിങ്ങനെ എഗ്ഗ് ഹാച്ച് ചെയ്ത് നമുക്ക് ആനിമൽസിനെ പഠിച്ചത്. അതുപോലെ എനിക്കൊരു ഒന്നോ രണ്ടോ ഡോഗ് വേണം. ഡോഗ് മീൻസ് ആ ഗെയിമിലെ വോൾഫാണ്, അത് വേണം. പിന്നെ ഒരു ഹോസ് വേണം, എൻഡർ ഹോസ് അതിലുണ്ടാവുക. ഓക്കെ, ഒരു ഹോസ് വേണം. അങ്ങനെ കുറേ സംഭവങ്ങൾ വേണം. അതൊക്കെ നമുക്ക് മൈൻക്രാഫ്റ്റിൽ ഉണ്ടാക്കണം. വീഡിയോ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഗെയിമിൽ നിന്ന് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഗെയിമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളുള്ളത് ഏതോ ഒരു കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് സർവൈവൽ അല്ല കേട്ടോ, ക്രിയേറ്റീവാണ്. സർവൈവൽ വേണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് സംഭവം സർവൈവൽ കളിക്കാൻ അറിയില്ല. നമുക്ക് ഈ 3 ഡോട്ട് എടുത്താൽ വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷേ ഇതിലെനിക്ക് മറ്റേ സ്റ്റീവ് ആവണമായിരുന്നു. ഇതിൽ നമ്മൾ മറ്റേ പെണ്ണാണ്. ആദ്യം തന്നെ ഗൈസ് നമ്മൾ വേണ്ട നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഓ, പറക്കാം എടാ, നല്ല സ്ഥലമല്ലേ നമുക്ക് ഇവിടെ ഒരു വീടുണ്ടാക്കിയാലോ? ഇല്ലെങ്കിൽ വില്ലേജിൻ്റെ അടുത്തൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു നല്ലൊരു വില്ലേജ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ കണ്ടിന്യൂ വീഡിയോസ് വേണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം. നമുക്കൊരു വില്ലേജിലൊരു വീടുണ്ടാക്കിയാലോ? ഈ പുഴ നമുക്ക് ഫോളോ ചെയ്ത് പോകാം. മാപ്പ് ലോഡാവാൻ കുറച്ച് സമയം വേണം. ഇവിടെ ഒരു വില്ലേജും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സൗണ്ട് ചെറിയ വ്യത്യാസമുണ്ട്. എനിക്ക് ജലദോഷമാണ് ഗൈസ്, ജലദോഷം. നല്ലൊരു വില്ലേജ് ഇല്ല, എന്ത് കഷ്ടം നോക്ക്. വേണമെങ്കിൽ ഇവിടെയൊക്കെ നല്ല വീടുണ്ടാക്കാം, പക്ഷെ എനിക്ക് വില്ലേജ് കിട്ടണം. ദാറ്റ് ഈസ് മസ്റ്റ് ഐ വാണ്ട്. എന്തായാലും ഒരു വില്ലേജിൻ്റെ അപ്പുറത്ത് ഒരു പുഴ ഇല്ലാണ്ട് എടുക്കൂല. അപ്പം പുഴയുടെ ഒരു വക്കിലൊരു വീടുണ്ടാക്കി നല്ല ഭംഗിയും ഉണ്ടാവും. സൗകര്യത്തിന് വില്ലേജസിന് കഴിയുന്ന എന്തെങ്കിലും അടിച്ചു മാറ്റണമെങ്കിൽ അതും ഉണ്ടാവും. ഓ, അടിക്കാമല്ലേ നമുക്ക്? പിന്നെ വില്ലേജ് കണ്ടെത്തട്ടെ. ഗൈസ്, ഫൈനലി ഐ ഫൗണ്ട് വില്ലേജ്. ഓ, വില്ലേജ് കണ്ടെത്തിട്ട. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു വീട് വെക്കാം. ഇവിടെ വെക്കാം വീട്. ചത്തോ? ഇല്ലല്ലേ. ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വില്ലേജിന് വില്ലേജും ഉണ്ട്, അയൺ കോളം. എടാ, അയൺ കോളം. അപ്പം നമുക്ക് ഇവിടെ വില്ലേജ് തന്നെ, ഇവിടെ തന്നെ വില്ലേജ് വെക്കാം. എടുക്കൂ TNT ഒക്കെ ഏറ്റവും ലാസ്റ്റ് സെർച്ച് തന്നെ പോകണം. ഓക്കെ, TNT എടുത്തിട്ടുണ്ട്, മാച്ച് എടുത്തിട്ടുണ്ട്, മാച്ച് ബോക്സ് എടുത്ത് TNT എടുത്ത്. എന്നിട്ട് ഈ മലനിരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്.
പൊട്ടിയോ? പൊട്ടുമോ? പൊട്ടുമോന്നല്ല, ചെറിയ രീതിയിൽ ഗ്ലിച്ചുണ്ടോ? ഇതാട്ട് പൊട്ടില്ല മര്യാദക്ക്. ഇത് നിക്കട്ടെന്ന് പൊട്ടാതെ. വെറുതെ ആടെ കൊണ്ട് ചെയ്യാൻ തീ കിട്ടി. വേണ്ട, ഇനി TNTയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. എടുക്ക് ഗോൾഡ് പിക്കാക്സ്, പൊട്ടിക്ക്. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് മലനിരപ്പാക്കട്ടെ, നിങ്ങൾ വെറുതെ കാണിച്ച് ബോറടിപ്പിക്കണ്ട. കഷ്ടപ്പെട്ട് ഞാനൊരു 2-3 മിനിറ്റ് അലഞ്ഞുണ്ടാവും. എങ്ങനെയൊക്കെയോ ഫൈനലി കിട്ടി. ഒരു സ്റ്റെപ്പ് വേണം മറ്റേ വില്ലേജിലേക്ക് ഇറങ്ങാൻ. ഓക്കെ, ഈ ഒരു സ്ഥലം മതി. ഈ ഒരു സ്ഥലത്ത് നമുക്ക് വേഗം ഒരു വീടിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ കിട്ടിയ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ചെന്ന് ഇവിടെ കളയട്ടെ. നമുക്ക് TNT വേണ്ട. കുഴപ്പമില്ല, ബെഡും പോട്ടെ. പിക്കാക്സ് എടുത്ത് നമുക്ക് ഈ അറ്റത്തേക്ക് വെക്കണം. പിന്നീട് ബ്ലോക്ക് വേണം. ഇത് സാൻഡാ. നമുക്ക് ഏതാളുടെ വീട് വേണം? വൈറ്റ് മതി. ഇതെന്താ? ഞാൻ വിചാരിച്ചത് സാൻഡാന്ന്. ഭാഗ്യം സാൻഡല്ല. നമുക്കതൊന്ന് പൊട്ടിച്ചോളാം. ബെഡ് വേണ്ട. നമുക്കൊരു ഇവിടുന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇത്ര വേണ്ട. ഇത് മതിയോ? ഇവൽപ്പെങ്കിലും വീടിന് വേണം. ഞാൻ അങ്ങനെ വില്ലേജ് അലഞ്ഞിങ്ങനെ തപ്പി അടക്കമുണ്ട്. ഒരു ചെറിയൊരു വീട് കാണുന്നു. അപ്പം തോന്നി എനിക്ക് വില്ലേജ് ആയിരിക്കുന്നു. അല്ല, വില്ലേജാ ഫസ്റ്റ് തോന്നിയില്ല. ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് കുറേ വീടുകൾ. അപ്പം മനസ്സിലായില്ലേ വില്ലേജാണ്. നമുക്ക് വില്ലേജേഴ്സിനില്ലേ മറ്റേ ഡയമണ്ട്, പിന്നെ മറ്റൊരു ഗ്രീൻ കളർ എമറാൾഡൊക്കെ കൊടുത്താൽ അവർ നമുക്ക് വേറെ കുറേ സാധനങ്ങൾ തരും.
അത് സർവൈവലിൽ ആവശ്യമുള്ളൂ, നമുക്കത് ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നമുക്കൊരു ഗ്ലാസ് വെക്കാം. നമുക്കിവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഏയ്ഷ് ബാക്കിൽ ഗ്ലാസ് വെച്ചിട്ട് കാര്യമില്ല, കാരണം നമ്മളെ ബാക്കിൽ ഫുള്ള് കല്ല, നമ്മളല്ല വീടിൻ്റെ. സെയിം അവിടുത്തെ സെയിം ഇതിൽ നമുക്ക് വേറൊരു ഗ്ലാസ് കൂടി ഇവിടെ ഉണ്ടാകും. ഇനി ഇവിടുന്ന് ഇവിടെ 1 2 ഓക്കെ. എവിടെയോ എന്തോ വാളിപ്പോയല്ലോ. വീടായിട്ട് ഫുള്ള് പൊളിക്കേണ്ട വരുമോ? തോന്നില്ല. അതിനൊരു കാര്യം ചെയ്താൽ മതി. ഇതൊറ്റപ്പടിയായിപ്പോയി. ഓക്കെ, ഇവിടെ 1 2 നമുക്ക് ഉള്ളിൽ കൂടെ പോകാൻ പറ്റുമോ? ഒന്ന് പറക്കാണ്ടക്ക് എളുപ്പമായിട്ട് പോവാ. ഇതെന്താ ഇതിൻ്റെ റൂഫ് നമുക്ക് 2 നില വീട് ആവശ്യമുണ്ടോ? രണ്ട് നില വീട് നമുക്ക് 2 നില അങ്ങനെ വെക്കണ്ട. എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ഇതെന്ത് സൗണ്ട്? അത് ഇത്തിരി സൗണ്ട് നമുക്ക് കുറയ്ക്കാം.
ഞാൻ കഴിഞ്ഞ ദിവസം ലെവൽ ഡെവിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. പറ്റുവാണെങ്കിൽ ഞാനിടാം. ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല വീടുണ്ടാക്കുന്നത്. പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തൊരു കാര്യമല്ല. ഒരു അണ്ടർഗ്രൗണ്ട് വേണോ? വേണ്ടല്ലേ? എല്ലാം ഷടപടേന്നാവണം. അയ്യോ, കണ്ടോ? വേഗം ഇങ്ങനെ ആട്ടാക്കിയാൽ മതി. ഓ, അത് നമുക്ക് ബ്ലാക്ക് ഗ്ലാസ് വെക്കാം. ഗ്ലാസ്സൊക്കെ ഞാൻ വേഗം തന്നെ വെക്കാം. അല്ലെങ്കിൽ ചില വിളിക്കാത്ത അതിഥികളൊക്കെ ഉണ്ട്. ഐറ്റങ്ങളൊക്കെ വരും. ലൈക്ക് സോംബി, ക്രീപ്പേഴ്സ്. അവരൊക്കെ വില്ലേജിൻ്റെ അടുത്തുണ്ടാവുമോ എനിക്കറിയില്ല. ഇല്ലാണ്ട് കൂല. ഓക്കെ, ഫൈനലി ഇനി നമുക്ക് കുറച്ച് ലാമ്പ് വെക്കണം. ഓരോരോ കോർണേഴ്സിൽ മതിയോ? ഒന്ന് സെൻറ്ററിൽ വെക്കാം. മൊത്തം ലൈറ്റ് ആവട്ടെ. ഡോർ നമുക്ക് ഡോർ വെക്കാം. ഡാർക്ക് ഓക്ക് ഡോർ അങ്ങനെ എന്തോ. ഓഫ്, കിടിലം. ഇതിനല്ലേ ഒരു വില്ലേജറിൻ്റെ വീട്ടിൽ കണ്ടൊരു ഐഡിയ ആണ്. ഞാൻ ഇപ്പം കാണിച്ചു തരാം.
എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിറ്റാത്ത ഡോറ് വാങ്ങുക. ഇനി ഈ അറ്റത്തുകൂടി ഒന്ന് ഫിനിഷ് ആക്കണം. എന്നിട്ട് ഏതെങ്കിലും ഫ്ലവർ കൂടി വെച്ചു കൊടുത്താൽ മതി. പിന്നെ ആൾക്കാർ കണ്ടാൽ ഒരു കാര്യം പറയും, ബ്യൂട്ടിഫുൾ. നമുക്ക് ഒരേ കളർ തന്നെ വെച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഭംഗിയില്ലായ്മില്ല. ഓക്കെ, ഇപ്പോൾ സെറ്റ്. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ഓരോ ഇതുണ്ടാക്കണം. ഇതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ചെറിയൊരു വ്യൂ കാണാനേ. മൈൻക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാമല്ലോ മൈൻക്രാഫ്റ്റിന് എത്ര ഫാൻസ് ഉണ്ടെന്ന്. ലുക്ക് പോയ വീടിൻ്റെ ഇല്ലല്ല, നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താക്കണ്ടേ, ചെറിയ റൂം ഉണ്ടാക്കാം. കുഞ്ഞ് റൂം വേണം. അപ്പോൾ റൂം നമുക്ക് ഇത് ചെസ്റ്റ് ബോക്സ് റൂമാക്കാം. ചെസ്റ്റ് ബോക്സ്, ആർമർ, പിന്നെ മുകളിലേക്കുള്ള ലാഡറൊക്കെ നമുക്ക് ഇവിടെ തന്നെ സെറ്റാക്കാം. അയ്യോ,
എനിക്ക് സൗണ്ട് കേൾക്കുമ്പോ പേടിയാവുന്നു. റൂമായി. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലാമ്പ് വെക്കണം. ഇവിടെ തീരെ വെട്ടമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ലാഡറായിട്ട് ഫിറ്റ് ചെയ്യാം. അല്ലെ ലാഡർ ഇവിടെ വേണോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടൊരു സ്ഥലത്ത് വേണോ? ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം മീൻസ് നമുക്ക് ഇവിടെയൊക്കെ വെക്കണോ? അതല്ലേ, ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി മറ്റേ ആർമർ സ്റ്റാൻഡ് വാങ്ങണം. ആർമർ സ്റ്റാൻഡ് നമ്മളെ കയ്യിലിപ്പോൾ നിലവിലില്ല. അല്ല, വാങ്ങണം എന്നല്ല, എടുക്കണം. ഒരാർമർ ഇവിടെ എന്തൊക്കെ ചെയ്യാനുള്ളേ? ഇങ്ങനെ വെക്കാം. എന്നിട്ട് നാലെണ്ണം ഗോൾഡ് താണ്ട് ഇവിടെ, സിൽവർ താണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് വേണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.